നിലമ്പൂർ നഗരസഭ UDF തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണെന്നും നഗരസഭയിൽ ലീഗ് 6 സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും പോരായ്മകൾ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. നഗരസഭയിൽ മുൻ UDF ഭരണസമിതിയുടെ നിലവാരത്തിലെത്തുവാൻ LDF ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുവെയുള്ള ട്രെൻഡ് കേരളത്തിലാകെ ട്രെൻഡ് പ്ലസ് ഇവിടുത്തെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ ഭരണം ജനങ്ങൾ താരതമ്യം ചെയ്യില്ല. ഞാൻ കഴിഞ്ഞ വർഷം സലീമിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണവും അതിന് മുമ്പത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ മറ്റേ വെച്ച് ഓവർ പെർഫോം ചെയ്തു വാപ്പിൻ്റെ കാലത്ത് ഇയാളും സാമാന്യമായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ട് കാര്യമായൊരു കുറ്റം നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ, പക്ഷേ അതിൽ കൂടുതൽ ചെയ്യാമായിരുന്നു. സ്വന്തം സർക്കാർ മുകളിലുണ്ടാകുമ്പോൾ കൂടുതൽ ചെയ്യാമായിരുന്നു. ഇല്ല, കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേക ചുറ്റുപാടിൽ അങ്ങനെ ആയിപ്പോയി. ഈ പ്രാവശ്യം 5-6 സീറ്റ് കിട്ടുന്നതിൻ്റെ കണക്കെടുപ്പാണ്. 6 സീറ്റെന്ന് നമ്മളെ കുടിശ്ശിക കൊടുക്കണല്ലേ 5 കൊല്ലം കൊണ്ട് കുടിശ്ശിക കൊടുക്കുന്നത്. ശമ്പള കുടിശ്ശിക കൊടുത്തിട്ട് അത് വലിയ നേട്ടമായി പറയാമെന്നുണ്ടെങ്കിൽ അതും 10,000 കോടി ലക്ഷക്കണക്കിന് കോടി റുപ്യ കണ്ടെടുത്തുകൊണ്ട് കുടിശ്ശിക കൊടുത്തു. പിന്നീട് നല്ലത് തന്നെയുണ്ട്. ഞാൻ കുടിശ്ശിക കൊടുക്കുന്നതിനെയും പാവപ്പെട്ടവർക്ക് പൈസ കിട്ടുന്നതിന് എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ അത് കുറച്ചും കൂടി മുമ്പ് കൊടുക്കാമായിരുന്നു. ഇപ്രാവശ്യം ഇലക്ഷൻ കഴിഞ്ഞാൽ മിക്കവാറും അടുത്ത ഇലക്ഷൻ ഉണ്ടാവില്ല എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം. സ്വാഭാവികമായും എല്ലാ നിരക്കും നമ്മുടെ നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഷുവറാണ്. മറ്റ് പല സ്ഥലങ്ങളിൽ എത്രത്തോളം സാധാരണഗതിയിൽ ഈ തദ്ദേശ സ്വയംഭരണ വകുപ്പുള്ള ഇലക്ഷൻ നടക്കുമ്പോൾ സാധാരണഗതിയിൽ മുനിസിപ്പാലിറ്റി കിട്ടാറുണ്ട്, ഉണ്ടായിട്ടുണ്ട് പൊതുവേ. പക്ഷെ അത് പ്രാവശ്യം അങ്ങനെ അത്രത്തോളം ഉണ്ടാകും തോന്നുന്നു. എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഇവിടെ മാത്രം കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിന് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത്. ഇത്തവണ 6 സീറ്റ് വരെ നേടാമെന്നും PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള നീക്കം സർക്കാരിന്റെ തിരിച്ചടി മറച്ചുവെക്കാനെന്നും PV അബ്ദുൽ വഹാബ് MP പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SIT കർശന നടപടികളുമായി മുന്നോട്ടു പോകുന്നതിനിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി ലഭിച്ചത്. സർക്കാരിനെതിരെയുള്ള പ്രശ്നങ്ങൾ മറച്ചുവെക്കുവാനാണ് രാഹുൽ വിഷയത്തിലൂടെ സർക്കാർ ശ്രമിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. പരാതികളുള്ളവർക്ക് മുന്നേ പറയാമായിരുന്നു. വ്യക്തിഹത്യ സ്ത്രീ സമൂഹവും അംഗീകരിക്കില്ല. രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയത് പാർട്ടി നയമാണെന്നും അദ്ദേഹം പറഞ്ഞു. SS Gold, pure gold. SS Group, Nilambur.